സുഹൃത്തുക്കൾ നമസ്കാരം. നമ്മളിന്ന് ആലപ്പുഴ ബീച്ചിലാണ് വീശാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചാകരപ്പദമാണ്, അത്യാവശ്യം തരം മീനുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ വീശാൻ അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടംപോലെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടെന്ന് കയറി കാണുക. അതേപോലെ നല്ലൊരു കടലിൽ വാങ്ങിയിട്ട് നമ്മൾ വീശിയിട്ടുണ്ട്. നല്ല ഫുള്ളായിട്ട് തന്നെ വല വിരിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നാരനും വെട്ടനും അതുപോലെ തന്നെ ചെമ്മീൻ ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അത്യാവശ്യം കൂടുതൽ വീശുകാരുണ്ട്. ഇതെല്ലാം വീശുകാരാണ് കേട്ടോ. ദൂരേന്ന് കാണുന്ന മൊത്തം വീശുകാരാണ്. അതുപോലെ തന്നെ മീൻതരം കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് 19/2026 ജൂണിലാണ്. ഈ രാവിലത്തെ പെയ്ത്ത് കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ഈ പെയ്ത്ത് എന്നൊക്കെ പറയുന്ന മീനിൻ്റെ ലഭ്യതയൊക്കെയാണ് ഈ പെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെയാണ്, സുഹൃത്തുക്കളും കൂട്ടുകാരൊക്കെ തന്നെയാണ് ഇവിടെ വീശുന്നത്. ഈ സീസണിൽ ഓരോരുത്തർക്കും പണിയുണ്ടെങ്കിൽ പണിക്ക് പോകാതെ ലീവൊക്കെ എടുത്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. കാരണം വെച്ചാൽ ചിലവർക്ക് 10,000-2,000 രൂപയൊക്കെ വെച്ചിട്ട് കിട്ടാറുണ്ട്. അത് മാത്രമല്ല, നല്ല മീനുകൾ ഈ മാസങ്ങളിലാണ് കിട്ടുന്നത്. ഇത്രയും കര വരുന്നത് ഈ ഒരു മാസങ്ങളിലാണ്. ബോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പം അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വീശിയിരിക്കുന്നത് 30-ൻ്റെ വലയിട്ടാണ്. വലയുടെ കണ്ണിയുടെ സൈസാണ് ഈ പറയുന്നത് 30. ബാക്കി എല്ലാവരും വീശുന്നത് ഇപ്പോൾ ബിനുവിനെ വീശുന്ന 10-ൻ്റെ വലയാണ്. അത് എൻ്റെ തന്നെയാണ്, പുള്ളിക്ക് ഞാനൊന്ന് വീശാൻ കൊടുത്തതാണ്. പുള്ളിക്ക് പിന്നെ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് ചെമ്മീനും അതുപോലെ തന്നെ ഒരു വെട്ടനും ഉണ്ട്. എനിക്കൊരു നാരനാണുള്ളത് എൻ്റെ വലയിൽ. ഞാനിത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഓഡിയോ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ കാണാനും ഇതുപോലുള്ള വീശുന്നതിൻ്റെ അല്ലെങ്കിൽ നീട്ട് വല ഇടുന്ന, സ്ലിംഗ് ഷോട്ട് ചെയ്യുന്നത്, കാസ്റ്റ് ചെയ്യുന്ന എന്ത് വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പുള്ളിക്ക് വലയ്ക്കകത്ത് കുറച്ചധികം ചെമ്മീനുണ്ട് കേട്ടോ. അത്യാവശ്യം ചെമ്മീനുണ്ട്. ഒരു 1/4 കിലോ ചെമ്മീൻ. ഓരോ വലക്ക് 1/4 കിലോ ചെമ്മീൻ എന്ന് പറയുന്നത് ലാഭം തന്നെയാണ്. വലിപ്പമുള്ള ചെമ്മീനാണ്. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഇതുപോലെ ബോണസായിട്ട് കാരച്ചെമ്മീൻ, വെട്ടൻ. ഇവിടെ വെട്ടൻ എന്നാണ് കേട്ടോ. ആലപ്പുഴ സൈഡുകളിൽ വെട്ടൻ എന്നാണ് പറയുന്നത്. ലോബ്സ്റ്ററിൻ്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ടാണ്. കൊച്ചി സൈഡിലോട്ടൊക്കെ കാര എന്നൊക്കെ പറയും. ഇത് കെട്ടിലൊക്കെ വളർത്തുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കെട്ടിൽ നല്ല നോർമലാണ്. എനിക്ക് കിട്ടിയത് താഴത്ത് കിടക്കുന്നത് ഒരു നാരം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, വേറൊന്നുമില്ല. പക്ഷേ ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ മീൻ കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നിന്നുകൊണ്ട് വീഡിയോ എടുത്തില്ല, നമ്മൾ മീൻ പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വേറെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മഡ് കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ പുള്ളിയുടെ വലയിലുണ്ടായിരുന്ന ചെമ്മീനാണ് കേട്ടോ. മണ്ണ് വെള്ള കളറായതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. അതിന് മുമ്പ് വലയൊക്കെ വീശിയിട്ടുള്ള കുറച്ച് ചെമ്മീനും കാരച്ചെമ്മീനൊക്കെയാണ് ഈ കിടക്കുന്നത്. നമുക്കിത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുക്കാൻ പറ്റും. ഒരു മഡ് കിട്ടി, ഒരു കാലേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നീലക്കാലൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുക്കണ്ണൻ ഞണ്ടെന്ന് പറയും. അതുപോലെ കുറച്ച് പല്ലിമീൻ, ഒരു മാന്തൽ,